ഇപ്പൊ സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ പേഷ്യന്റ് ഇതൊക്കെ പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ അതിശയിച്ചു പോകും, ഇവർ എന്ത് ഭാഷ വെച്ചിട്ടാണ്. ഞാൻ 55 കൊല്ലമായി ഇവിടെ വന്നിട്ട്. വല്യപ്പച്ചൻ്റെ കൂടെ മരുന്നിൻ്റെ പണി, കളിയിലെ പണിയും, പിന്നെ അപ്പൻ്റെ കൂടെ ഞാൻ കിഴിയിടാൻ തുടങ്ങി. ഞാനും അപ്പൻ എന്നെ പഠിപ്പിച്ചു. വർത്താനം പറയാൻ വയ്യാത്തവരും, കൈ പൊങ്ങാത്തവരും, നടു പോയാത്തവരും, നടക്കാൻ വയ്യാത്തവരും ഒക്കെ വരുന്നുണ്ട്. നമ്മളത് വേണ്ടതുകൊണ്ട് ചെയ്ത് നമുക്ക് അങ്ങേറ്റം ഒരു 2 ആഴ്ച 14 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ആരും ഇവിടെ കിടത്താറില്ല. വളരെ തളർച്ചയുള്ളതാണ് 21 ദിവസം ഞാൻ ഇവിടെ കഴിവ് കൂടി ഇട്ട് നല്ലരീതി പോയതിനു ശേഷം അവര് ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. അങ്ങനെ ഒത്തിരി പേരുണ്ട്. കൊല്ലത്തൊരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത് ഇവിടെ വന്ന് തളർവായിട്ട് റെഡിയായി വന്നതിന് ശേഷം ഇപ്പം ഫ്രണ്ട് പറഞ്ഞു തള്ളിക്കളഞ്ഞ തിരിഞ്ഞു കിടക്കാൻ വരെ എവിടാണ് വേദനയെന്ന് ചോദിക്കുന്നത്, എവിടെ നീരുണ്ട്, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ, സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ പേഷ്യന്റ് ഇതൊക്കെ പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ അതിശയിച്ചു പോകും, ഇവർ എന്ത് ഭാഷ വെച്ചിട്ടാണ് ഇവരോട് പറഞ്ഞെന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകും. പഠിച്ചോണ്ടിരിക്കുക. നീ അങ്ങോട്ട് അങ്ങനെ പോകാതെ മിടുക്കത്തരാരും കാണിക്കരുത്. ഞാൻ വലിയ ആളാ.